ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ 2024 കറണ്ട് അഫെയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ 2023 ഡിസംബർ വരെയുള്ള കറണ്ട് അഫെയറാണ് ചെയ്തത്. പിന്നെ അങ്ങോട്ട് കറണ്ട് അഫെയർ ചെയ്തിട്ടില്ല. അതിൽ തന്നെ 2023 തന്നെ മെയ്യിലെ കുറച്ച് പാർട്ടും ജൂണിലും ജൂലൈയിലും പാർട്ട് ചെയ്യാനുണ്ട്. അത് ഇതിനിടയ്ക്ക് നമുക്ക് ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2024 ജനുവരി 1 മുതൽ ജനുവരി 5 വരെയുള്ള കറണ്ട് അഫെയറാണ്. അപ്പോൾ നമുക്ക് നോക്കാം. പുതുവത്സരം ആദ്യം എത്തുന്ന പസഫിക് ദ്വീപരാഷ്ട്രമാണ് കിരിബാത്തി. പുതുവത്സരം ആദ്യം എത്തുന്ന പസഫിക് ദ്വീപരാഷ്ട്രം കിരിബാത്തി. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ഡോക്ടർ RV അശോകൻ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയാണ് ഡോക്ടർ RV അശോകൻ. RV അശോകനാണ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ദേശീയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പാണ് ചലോ ആപ്പ്. KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പാണ് ചലോ ആപ്പ്. ചലോ ആപ്പാണ് KSRTC ബസ്സുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റ് ചെയ്യാനായി ഉപയോഗിക്കുന്ന ആപ്പാണ് ചലോ ആപ്പ്. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യമാണ് സ്വീഡൻ. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യമാണ് സ്വീഡൻ. വിളകളുടെ വളർച്ചയ്ക്ക് ഊർജം പകരാൻ സഹായിക്കുന്ന വൈദ്യുത ചാലകതയുള്ള ഇലക്ട്രോണിക് മണ്ണ് വികസിപ്പിച്ച രാജ്യം സ്വീഡൻ. കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതത്തിലാണ് യുറേഷ്യൻ നായ. കേരളത്തിൽ ആദ്യമായി യുറേഷ്യൻ നീർനായയെ കണ്ടെത്തിയ വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. 2024 ജനുവരി 1 റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം നടന്ന രാജ്യമാണ് ജപ്പാൻ. 2024 ജനുവരി 1 റിക്ടർ സ്കെയിലിൽ 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം നടന്ന രാജ്യമാണ് ജപ്പാൻ. ജപ്പാനിലാണ് 7.6 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം നടന്നത്. 2024 ജനുവരിയിൽ 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല കൊല്ലമാണ്. 2024 ജനുവരിയിൽ 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ല കൊല്ലം. 2024 ജനുവരി 62ാമത് കേരള സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് വേദിയായ ജില്ലയാണ് കൊല്ലം. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദി തിരുവനന്തപുരമാണ്. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദി തിരുവനന്തപുരം. 2024 ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ വേദി എവിടെയാണ്? തിരുവനന്തപുരം. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി ചുമതലയേറ്റത് അരവിന്ദ് പനഗരിയാണ്. 16ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി ചുമതലയേറ്റത് അരവിന്ദ് പനഗരിയ. പ്രഥമ PT തോമസ് പുരസ്കാരത്തിന് അർഹനായത് മാധവ് ഗാഡ്ഗിലാണ്. പ്രഥമ PT തോമസ് പുരസ്കാരത്തിന് അർഹനായത് മാധവ് ഗാഡ്ഗിലാണ്. പ്രഥമ PT തോമസ് പുരസ്കാരത്തിന് അർഹനായത്. പ്രഥമ PT തോമസ് പുരസ്കാരത്തിന് അർഹനായത് മാധവ് ഗാഡ്ഗിലാണ്. പ്രഥമ PT തോമസ് പുരസ്കാരത്തിന് അർഹനായത്. അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഡേവിഡ് വാർണർ. ഡേവിഡ് വാർണറാണ് അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമാണ് ഡേവിഡ് വാർണർ. 2023 പുരുഷ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസനാണ്. 2023 പുരുഷ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസനാണ്. 2023 പുരുഷ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസനാണ്. 2023 പുരുഷ ലോക റാപ്പിഡ് ചെസ് കിരീടം സ്വന്തമാക്കിയത് മാഗ്നസ് കാൾസൺ. അടുത്തത് കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൺ ഡോക്ടറാണ് വിഭ ഉഷ രാധാകൃഷ്ണൻ. കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൺ ഡോക്ടറാണ് വിഭ ഉഷ രാധാകൃഷ്ണനാണ് കേരളത്തിലെ ആദ്യ ട്രാൻസ് വുമൺ ഡോക്ടർ വിഭ ഉഷ രാധാകൃഷ്ണൻ. ഇന്ത്യ UAE മിലിറ്ററി എക്സൈസ് ഡെസേർട്ട് സൈക്ലോൺ വേദി മഹാജൻ. രാജസ്ഥാനിലെ മഹാജനിലാണ്
ഇന്ത്യ UAE മിലിറ്ററി എക്സൈസ് ഡെസേർട്ട് സൈക്ലോണിൻ്റെ വേദി എവിടെ വെച്ചാൽ മഹാജൻ, രാജസ്ഥാനിലെ മഹാജനിലാണ്. ഇന്ത്യ UAE മിലിറ്ററി എക്സൈസ് ഡെസേർട്ട് സൈക്ലോൺ വേദി മഹാജൻ, രാജസ്ഥാൻ. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയാകുന്നത് ചേപ്പാട്, ആലപ്പുഴ ജില്ലയിലെ ചേപ്പാടിലാണ്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയാകുന്നത് ചേപ്പാട്, ആലപ്പുഴ ജില്ലയിലെ ചേപ്പാടാണ്. 2023 ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡറാണ് ഹേമലത. ദൂരദർശന് വേണ്ടിയാണ് ന്യൂസ് വായിച്ചിരുന്നത്. 2023 ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡറാണ് ഹേമലത ദൂരദർശൻ്റെ ന്യൂസ് റീഡറായിരുന്നു. ഹേമലത ദൂരദർശൻ്റെ ന്യൂസ് റീഡറായിരുന്നു ഹേമലത. 2023 ഡിസംബറിൽ വിരമിച്ച മലയാളത്തിലെ ആദ്യ വനിതാ ന്യൂസ് റീഡറാണ് ഹേമലത. 2024 ജനുവരിയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സൈനിക സ്കൂൾ നിലവിൽ വന്നത് മധുര, ഉത്തർപ്രദേശിലാണ്. 2024 ജനുവരിയിൽ പെൺകുട്ടികൾക്ക് മാത്രമുള്ള ഇന്ത്യയിലെ ആദ്യ സൈനിക സ്കൂൾ നിലവിൽ വന്നത് മധുര, ഉത്തർപ്രദേശ്. ബ്രിക്സിലെ പുതിയ അംഗരാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ബ്രിക്സിലെ പുതിയ അംഗരാജ്യങ്ങളാണ് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് ദ്വാരക, ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് ദ്വാരക, ഗുജറാത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ അന്തർവാഹിനി ടൂറിസം ആരംഭിക്കുന്നത് ദ്വാരക, ഗുജറാത്ത്. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യവകുപ്പിൻ്റെ സർവേ നടത്തിയ ആപ്പാണ് ശൈലി ആപ്പ്. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യവകുപ്പ് സർവേ നടത്തിയ ആപ്പാണ് ശൈലി ആപ്പ്. ജീവിതശൈലി രോഗങ്ങൾ കണ്ടെത്താൻ ആരോഗ്യവകുപ്പിൻ്റെ സർവേ നടത്തിയ ആപ്പാണ് ശൈലി ആപ്പ്. ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസാണ്. ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസാണ്. ദക്ഷിണ നാവികസേനാ മേധാവിയായി ചുമതലയേറ്റത് വൈസ് അഡ്മിറൽ വി ശ്രീനിവാസ്. 2024 ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് വേദി കുഫോസിലാണ്. 2024 ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് വേദി കുഫോസിലാണ്. 2024 ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസ് വേദി എവിടെയാണ്? കുഫോസ്. 2024 ഇൻ്റർനാഷണൽ ഫിഷറീസ് കോൺഗ്രസിൻ്റെ വേദി കുഫോസിലാണ്. 2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ. 2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണനാണ്. 2024 ജനുവരിയിൽ ഫിഡെ ലോക റാങ്കിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് മഞ്ചപ്പാലം, കണ്ണൂരിലാണ്. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് മഞ്ചപ്പാലം, കണ്ണൂർ. സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലുള്ള ആദ്യ മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത് മഞ്ചപ്പാലം, കണ്ണൂരിലാണ് മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിലവിൽ വന്നത്. 2024 109 ഇന്ത്യ ശാസ്ത്ര കോൺഗ്രസ് വേദി ലവ്ലി സർവകലാശാല, പഞ്ചാബിലാണ്. 2024 109 ഇന്ത്യൻ ശാസ്ത്ര കോൺഗ്രസ് വേദി ലവ്ലി സർവകലാശാല, പഞ്ചാബിലാണ്. 2024 ജനുവരിയിൽ സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് M ജയചന്ദ്രനാണ്. 2024 ജനുവരിയിൽ സ്വാമി സംഗീത പുരസ്കാരം ലഭിച്ചത് M ജയചന്ദ്രൻ. 2024 ജനുവരിയിൽ സ്വാമി സംഗീത പുരസ്കാരത്തിന് ലഭിച്ചത് M ജയചന്ദ്രൻ. തൊഴിൽ നിയമം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്കു വിധിച്ച നോബൽ ജേതാവാണ് മുഹമ്മദ് യൂനസ്. തൊഴിൽ നിയമനം ലംഘിച്ചു എന്ന കുറ്റം ചുമത്തി ബംഗ്ലാദേശ് കോടതി തടവ് ശിക്ഷയ്ക്കു വിധിച്ച നോബൽ ജേതാവാണ് മുഹമ്മദ് യൂനസ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം രചിച്ചത് S ജയശങ്കറാണ്. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം രചിച്ചത് S ജയശങ്കർ. വൈ ഭാരത് മാറ്റേഴ്സ് എന്ന പുസ്തകം രചിച്ചത് S ജയശങ്കറാണ്. S ജയശങ്കർ പുസ്തകമാണ് വൈ ഭാരത് മാറ്റേഴ്സ്. രാജ്യത്തെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി നിലവിൽ വന്ന് ഒയലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം, പാലക്കാടാണ്. രാജ്യത്തെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട്
ആശുപത്രി നിലവിൽ വന്നത് ഒയലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാട്. ഒയലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം പാലക്കാടിലാണ് രാജ്യത്തെ രണ്ടാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി വന്നത്. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായി നിയമിതനായത് നാദിയ കാൽവീനോ ആണ്. നാദിയ കാൽവീനോ. യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായി നിയമിതയായത് നാദിയ കാൽവീനോ. നാദിയ കാൽവീനോ ആണ് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായി നിയമിതയായത് നാദിയ കാൽവീനോ ആണ്. നാദിയ കാൽവീനോ ആണ് യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡൻ്റായി നിയമിതയായത് നാദിയ കാൽവീനോ. നാദിയ കാൽവീനോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ക്ലാസ്. ഇനി നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്, IPL ചരിത്രത്തിൽ ആദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത ആര്? IPL ചരിത്രത്തിൽ ആദ്യമായി താരലേലം നിയന്ത്രിക്കുന്ന വനിത ആരാണ്? ഇതിൻ്റെ ഉത്തരം അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.